ശ്യാമപ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, മമ്മൂട്ടിയും ഭാര്യയും എത്തി, സിനിമാ ലോകത്തെ പ്രമുഖരായ ആളുകളെത്തി. അല്പസമയം മുമ്പാണ് ധ്യാൻ എത്തിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ടെലിവിഷനിൽ കാണാം. ധ്യാൻ ഇപ്പോഴാണ് ആ വലിയ ദുഃഖഭാരം താങ്ങാനാവാതെ അവിടെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. 1 മണിക്ക് തന്നെ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുമോ? എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അഭിലാഷ്, അതായത് ഇവിടെ ഇപ്പോൾ നിരവധിയായ ആളുകൾ, അതായത് ഈ പ്രദേശത്തുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുവന്നു എന്നതറിഞ്ഞ് നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ 1 മണിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം സിനിമാ മേഖലയിലുള്ളവരാണെങ്കിലും മറ്റ് വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ളവരാണെങ്കിലും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിൽ ഇപ്പോൾ PC ചാക്കോ, NCP നേതാവ് ഇവിടെ ഇപ്പോൾ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നിന്നും അല്പം മുമ്പ് രഞ്ജി പണിക്കർ പറഞ്ഞത് 1 മണി മുതൽ 3 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അവിടെയാണ് പൊതുജനങ്ങൾ എത്തിച്ചേരേണ്ടതെന്നാണ്. കാരണം ഇവിടെ വലിയ ഒരു തിരക്ക് വന്നു കഴിഞ്ഞാൽ അത് നേരിടുക പ്രയാസമാണ്. ഇപ്പോൾ നിലവിൽ മൃതദേഹമുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. വീട്ടിൽ അല്പം മുമ്പ് നടൻ മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുൽഫത്ത് ഒപ്പം എത്തിയാണ് ഇവിടെ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയത്. അതോടൊപ്പം തന്നെ വിവിധ മേഖലയിലുള്ള സംവിധായകരടക്കം, രഞ്ജിത്തടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയുണ്ടായി. ഈ നാട്ടിലുള്ള ആളുകൾ ഇവിടെ എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നടൻ എന്നതിലുപരി അവരുടെ പ്രിയപ്പെട്ട ആൾ കൂടിയാണ് ശ്രീനിവാസൻ. ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം ഓരോ ഇടങ്ങളിലും അദ്ദേഹം പോയിട്ടുണ്ട്. നമുക്കിവിടെ എത്തിയാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നോക്കിയാൽ തന്നെ വളരെ വലിയൊരു പച്ചപ്പ് കാണാം. കാരണം ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയും മറ്റുമൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹമാണ് ഈ കൃഷിയിലെല്ലാം തന്നെ മുന്നിട്ടിറങ്ങിയത് എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച്, അങ്ങനെ തൊട്ടപ്പുറത്തൊരു പാടമുണ്ട്. ആ പാടം കൃഷി മൊത്തം ഇറക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ പേരിലുള്ള ഈ കണ്ടനാട്ടെ ഈ സ്ഥലം എടുക്കുകയും അങ്ങനെ ഇവിടെ വന്ന് വീട് വെച്ച് ശ്യാമപ്രസാദ് വിവരങ്ങൾ നൽകിയായിരുന്നു. നമുക്ക്